ജോലി സംബന്ധമായിട്ടുള്ള തിരക്കുകൾ കൊണ്ടിട്ടാണ് ഇന്നലെ വീഡിയോ എടുക്കാൻ കഴിയാതിരുന്നത്. രാത്രി ഒരുപാട് വൈകിയാണ് ഞാൻ വീട്ടിലേക്ക് തിരിച്ചെത്തിയത് പോലും. അപ്പോൾ അതിനിടയിൽ പോലും നിരവധി ആളുകൾ എനിക്ക് വിളിക്കുകയും വിളിച്ചിട്ട് കിട്ടാതാവുന്ന ആളുകൾ മെസ്സേജ് അയക്കുകയൊക്കെ ചോദിച്ചിരുന്നു, നിങ്ങൾ എന്തുകൊണ്ടാണ് വീണ ജോർജിൻ്റെ സംഭവവുമായി ബന്ധപ്പെട്ട് വീഡിയോ ചെയ്യാത്തത്. സംഭവം എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. മന്ത്രി വീണ ജോർജ് കണ്ണൂരിലെ ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ കരിങ്കൊടി കാണിച്ചു എന്നുള്ളത് മാത്രമല്ല, ഒരു റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയപ്പോൾ ഒരു 4-5 കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടിയുമായിട്ട് അവരുടെ മുമ്പിലേക്കൊക്കെ ചാടി വീണു. അത്തരത്തിലുള്ള സമര രീതികളോട് എനിക്ക് യോജിപ്പൊന്നുമില്ല. കാരണം അവരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിൽ നിന്നും തടസ്സപ്പെടുത്തുന്ന രീതിയിൽ അത്തരത്തിലുള്ള സീനൊന്നും ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അത് പ്രധാനപ്പെട്ട ഒരു കാര്യം, റെയിൽവേ സ്റ്റേഷനിൽ വരുന്ന മറ്റ് യാത്രക്കാർ കൂടി ബുദ്ധിമുട്ടാകും എന്നുള്ളത് കൊണ്ടാണ്. പക്ഷേ ഇത് പറഞ്ഞത് കൊണ്ടിട്ട് ഇത് ആര് ചെയ്താലും എനിക്ക് എതിർപ്പ് തന്നെയാണ്. ഇപ്പം കെ കരുണാകരനെയൊക്കെ പണ്ട് കരിങ്കൊടി കാണിച്ചപ്പോഴൊക്കെ തന്നെ നമുക്കൊക്കെ ഭയങ്കര ആവേശമുണ്ടായിരുന്നു. കാരണം പി രാജീവും മറ്റു 3-4 പേരും കൂടിയിട്ട് കരിങ്കൊടി കാണിച്ചിരുന്നു. അന്ന് പി രാജീവിനെ ഇടിച്ച് ഷർട്ടൊക്കെ കീറി കൊണ്ടുപോകുന്ന ഒരു രംഗമൊക്കെ നമുക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഉള്ള കാര്യങ്ങളൊക്കെ പണ്ട് സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഇക്കാലത്ത് ഇത് കൂടുതൽ സംഭവിക്കാനാണ് സാധ്യത. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളൊരു നിരാഹാര സമരം അനുഷ്ഠിക്കുകയോ വളരെ പ്രോപ്പറായിട്ടുള്ള ഒരു സമരം നടത്തുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പലപ്പോഴും നിങ്ങൾക്കൊരു ചാനൽ വിസിബിലിറ്റി കിട്ടണമെന്നില്ല. അപ്പോൾ ചാനലിൻ്റെ ഒരു എയർ ടൈം നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്തരത്തിലുള്ള പ്രകടനങ്ങൾ കൂടിയേ തീരൂ എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ അതുകൊണ്ട് 1-2 പേർ വന്ന് ഒളിച്ചു നിൽക്കുകയും, അത് KSUവിൻ്റെ ജില്ലാ പ്രസിഡന്റാണ് കണ്ണൂരിൽ, അദ്ദേഹമൊക്കെ ഒന്ന് ഒളിച്ചു നിൽക്കുകയും അതിനുശേഷം ഇവർ മന്ത്രിയുടെ പുറകെ ചെന്ന് മുദ്രാവാക്യം വിളിക്കുകയൊക്കെ ചെയ്യുന്ന രംഗങ്ങളൊക്കെ നമ്മൾ കണ്ടു. പക്ഷേ ഇതിൽ പ്രാഥമികമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, വീണ ജോർജിന്റെ കഴുത്തിന് പരിക്കേറ്റവർ ഹോസ്പിറ്റലായിരുന്നു എന്ന് നമുക്കറിയാം. ഇത് വലിയ വിമർശനമായി മാറിയിരിക്കുന്നു. എൻ്റെ ആദ്യത്തെ വിമർശനം, ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കല്ല നമ്മുടെ ചർച്ചകളും കൊണ്ടുപോകേണ്ടത് എന്നുള്ളതാണ്. പക്ഷെ ദൗർഭാഗ്യവശാൽ ഇതിന് ഒരു സിനിമാറ്റിക് കാഴ്ചയുടെ രംഗങ്ങൾ ഉള്ളത് കൊണ്ടിട്ട് പലപ്പോഴും ഇതാണ് ചാനലുകളൊക്കെ കൂടുതൽ കാണിക്കുക, ആളുകളൊക്കെ ഇതാണ് ചർച്ച ചെയ്യുക. യഥാർത്ഥത്തിലുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ടത് നമ്മുടെ ഹോസ്പിറ്റലുകളുടെ നിലവാരത്തെക്കുറിച്ചും നമ്മുടെ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്ന വിദേശ ഇൻവെസ്റ്റ്മെന്റുകളെ കുറിച്ചും അത് കേരളത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന ആഘാതത്തെക്കുറിച്ചും അതിനെ തടയാൻ ഗവൺമെന്റ് എന്തുകൊണ്ട് നടപടിയെടുക്കുന്നില്ല എന്നുള്ളതൊക്കെ വലിയ ക്രിയാത്മക വിമർശനമായി ഉന്നയിക്കേണ്ടതാണ്. പക്ഷെ അത് ദൗർഭാഗ്യവശാൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നുമല്ല സംഭവിക്കുന്നത്. ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതുപോലെയുള്ള കാര്യങ്ങളാണ്. വീണ ജോർജുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാകുമോ എന്ന് എനിക്കൊരു സംശയം തോന്നിയിരുന്നു. അതിന്റെ പ്രധാനപ്പെട്ട കാര്യം, ഈ നിങ്ങൾ ഒരു സോഷ്യൽ മീഡിയ ഒക്കെ കൃത്യമായി നോക്കുന്നവരാണെങ്കിൽ കാണാം, വീണ ജോർജ് പത്തനംതിട്ടയിൽ തന്നെ ഉണ്ടാകും എന്ന് പറഞ്ഞ് തിരികെ പത്തനംതിട്ടയിൽ സമരക്കാരുടെ മുമ്പിലേക്ക് വീണ ജോർജ് എത്തുകയും ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും, ഇവിടെ തന്നെ നടന്നു പോകുമെന്ന് ഒരു മാസ് ഡയലോഗ് അടിക്കുകയും ചെയ്യുന്ന പരിപാടി നമ്മൾ കണ്ടു. കൂടാതെ ഏതാണ്ട് ലെഫ്റ്റ് ഇടതുപക്ഷ അനുകൂല പ്രൊഫൈലുകളിൽ നിന്നെല്ലാം തന്നെ തൊടറ പാക്കലാം എന്ന് പറഞ്ഞ്, തൊട്ടു നോക്കടാം എന്ന് പറഞ്ഞാൽ കാണിച്ചു തരാം എന്നുള്ള അർത്ഥം വരുന്ന തൊടറ പാക്കലാം എന്ന് പറയുന്ന മെസ്സേജുകളിട്ട് വീണ ജോർജിന്റെ ഫോട്ടോ ഒക്കെ ഇടുന്ന ഒരു രംഗമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇതിന്റെ പിന്നിൽ എന്തൊക്കെയോ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് എനിക്ക് നേരത്തെ തന്നെ തോന്നിയിരുന്നു. അപ്പൊ ഇതിന്റെ മറുപുറം അപ്പുറത്തും ഉണ്ടായിരുന്നു. കോൺഗ്രസിന്റെ ചാനലുകളിലൊക്കെ തന്നെ, അതുപോലെ പ്രൊഫൈലുകളിലൊക്കെ തന്നെ ഇതുപോലെയുള്ള ഞങ്ങൾ എന്ത് ചെയ്യും, വഴി തടയും, ഞങ്ങൾ റീത്ത് വെക്കും, വേണമെങ്കിൽ മന്ത്രിയുടെ വീടിന്റെ ഗേറ്റ് തകർത്തു ഞങ്ങളോട്ട് റീത്ത് വെക്കും എന്ന് പറഞ്ഞ വലിയ അവകാശവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ആദ്യത്തെ ദിവസങ്ങളിൽ ഇതിന്റെ വലിയ മൈലേജ് കിട്ടിയത് ഈ പറയുന്ന LDF-നാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. പക്ഷെ രണ്ടാമത്തെ ദിവസമായപ്പോഴേക്കും LDF-നെതിരെ കൂടുതൽ ചോദ്യങ്ങൾ ഉയർന്നു വന്നു. അതിന്റെ പ്രധാനപ്പെട്ട കാരണം, ഈ ഇതേവരെ ലഭ്യമായിട്ടുള്ള വീഡിയോകളിൽ ഞാനിപ്പോഴും വിചാരിക്കുന്നത് ഇനി കുറച്ചുകൂടി വീഡിയോകൾ വേറെ വരും തന്നെയാണ്. കാരണം ഇത് ഇങ്ങനെ ഒരു എതിരായിട്ടുള്ള പ്രചരണം, നെഗറ്റീവായിട്ടുള്ള പബ്ലിസിറ്റി പീക്ക് ആകുമ്പോൾ യഥാർത്ഥത്തിൽ താങ്കളുടെ ഭാഗത്തുള്ള ഒരു ന്യായം കൂടി എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് വലിയ മൈലേജ് കിട്ടും. അതൊരു മാർക്കറ്റിംഗിലെ ഒരു സ്ട്രാറ്റജിയാണ്. അപ്പോൾ അത്തരത്തിൽ ഉള്ള ഒരു കാര്യം സംഭവിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ ഇത്രയും ദിവസമായിട്ട് ഇപ്പോൾ പുറത്തേക്ക് വിടാത്തത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. കാരണം അവിടെ റെയിൽവേയുടെ ക്യാമറകളുണ്ട്, അത് പുറത്തേക്ക് വിട്ടിട്ടുണ്ടെങ്കിൽ പ്രശ്നം തീരും. യഥാർത്ഥത്തിൽ മന്ത്രിയെ ആരെങ്കിലും നേരിട്ട് ആക്രമിക്കുകയോ തൊട്ടടുത്ത് വരുന്നതിൻ്റെയോ ദൃശ്യങ്ങൾ നമുക്ക് അതുവഴി കാണാൻ കഴിയില്ല എന്നുള്ളത് ഒരു വാസ്തവമാണ്. പക്ഷേ അത് കാണാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ പോലും അതിന് ശേഷം ഇവർ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്ന് നടന്ന് മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ എത്തിയതിനു ശേഷമാണ് കഴുത്ത് വേദന എന്ന് പറയുന്നത് നമുക്കറിയാം. പിണറായി വിജയൻ വിളിക്കുമ്പോഴും അവർ അത്തരത്തിലുള്ള ഒരു വാദം ഉന്നയിക്കുന്നില്ല എന്നുള്ളത് നമുക്ക് കാണാം. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ യഥാർത്ഥത്തിൽ ഇവരുടെ കഴുത്തിന് ഇനി ആരുടെയെങ്കിലും പോലീസുകാരുടെയോ ആരുടെയെങ്കിലും കൈകൊണ്ടതാണോ എന്ന് നമുക്കറിയില്ല. പക്ഷെ അല്ലെങ്കിൽ ഈ വലിയ ഒരു പ്രശ്നം നടക്കുമ്പോൾ വീണ ജോർജ് ഇവരുടെ അടുത്തേക്ക് കുതിച്ചു വരുന്ന രംഗങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് കാണുന്നത്. മറ്റുള്ള ആളുകളൊക്കെ പോലീസ് പിടിച്ചു മാറ്റുന്നതാണ് കാണുന്നത്. ഒരു 10-25 പോലീസുകാരുണ്ട്, അതുകൊണ്ട് പിടിച്ചു മാറ്റുന്നതാണ്. കൂടാതെ ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥ ഈ വീണ ജോർജിനെയും തടഞ്ഞു നിർത്തുന്നതൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ആരെങ്കിലും നേരിട്ട് വന്ന് ഇവരുടെ പുറകിൽ അടിച്ചിരുന്നോ എന്നൊക്കെയുള്ളത്, അല്ലെങ്കിൽ കഴുത്തിന് വേദന ഉണ്ടാക്കുന്ന ഏതെങ്കിലും അറ്റാക്ക് നടത്തിയിരുന്നോ എന്ന് നമുക്കറിയില്ല. ഞാനതിനെക്കുറിച്ച് അന്ന് രാത്രി തന്നെ വീഡിയോ ചെയ്യാതിരുന്നതിൻ്റെ കാര്യം, ഞാനത് നോക്കിയപ്പോൾ അങ്ങനെ ഒരു അവകാശവാദം വീണ ജോർജ് പോലും പറയുന്നതായിട്ട് എനിക്ക് തോന്നിയില്ല.
പക്ഷെ തൊട്ടടുത്ത ദിവസം FIR ഇട്ടപ്പോൾ ഈ ആയുധം വെച്ച് ഇവരെ മുഖത്ത് അടിച്ചുവെന്നും ഇത് കൊല്ലാനുള്ള ശ്രമമായിരുന്നു എന്നൊക്കെ പറഞ്ഞാണ് FIR ഇട്ടേക്കുന്നത്. കാരണം അത് ഇവർ കൊടുത്തിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. പക്ഷെ അങ്ങനെ സ്റ്റേറ്റ്മെന്റ് കൊടുത്തെങ്കിൽ അത് തെളിയിക്കാനുള്ള ബാധ്യത കൂടി ഗവൺമെന്റിനുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പ് പിണറായി വിജയൻ ഭരിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിന്റെ ബാധ്യതയുണ്ട്. അതിൽ ഇപ്പോൾ താൽക്കാലികമായിട്ടുള്ള ഒരു കോട്ടമുണ്ടായിട്ടുള്ളത് CPM-നാണ്, ഒരു നേട്ടമുണ്ടായിട്ടുള്ളത് UDF-നാണ്. കാരണം UDF പറയുന്നതാണോ ശരി എന്ന് പറയുന്ന ഒരു തോന്നലിലേക്ക് ആളുകളൊക്കെ തന്നെ എത്തിയിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ സംഭവിക്കുമ്പോൾ പോലും സാധാരണ കാണാത്ത രീതിയിലുള്ള ഒരു മര്യാദയുമില്ലാത്ത ചില പ്രകടനങ്ങൾ കൂടി നമ്മൾ കാണുന്നുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷത്ത് നിന്നുള്ള എല്ലാ നേതാക്കളും തന്നെ വന്നു ഇത് ഈ ഒന്ന് പണ്ട് KK ശൈലജയൊക്കെ കോവിഡ് റാണി എന്നൊക്കെ വിളിച്ചതുപോലെ അതുപോലെ തന്നെ ഈ അഭിനേത്രിയാണ്, നടിയാണ് എന്നൊക്കെ പറഞ്ഞ് വിളിച്ചിരുന്നു. പ്രതിപക്ഷത്ത് നിന്നുള്ള ഒരു നേതാവിന് പോലും ഇവര് എന്താണെങ്കിലും ഇപ്പോൾ വയ്യാതിരിക്കുക എന്ന് പറഞ്ഞു. അതിലിപ്പോൾ നേരിട്ട് അടി കൊണ്ടതാണെന്നില്ല, അവിടുത്തെ ഒരു പരിസരങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഒരു ടെൻഷൻ കൊണ്ടിട്ട് ചിലപ്പോൾ കഴുത്തുവേദനയൊക്കെ വന്നു എന്നിരിക്കാം. അപ്പം അത്തരത്തിൽ വന്നതല്ലേ എന്ന് ചോദിക്കാനുള്ള ഒരു മര്യാദ പോലും കാണിക്കാതെ അങ്ങേയറ്റം ആഞ്ഞടിക്കുന്ന ഒരു പ്രവണതയാണ് കണ്ടിട്ടുള്ളത്. ഇത് തട്ടിപ്പാണ്, ഇത് വലിയ നടിയാണ്, അഭിനേത്രിയാണ് എന്നൊക്കെ പറയുകയാണ് ഉണ്ടായിട്ടുള്ളത്. കൂടാതെ ഏതെങ്കിലും KSU പ്രവർത്തകൻ ഇവരെ അടിക്കുന്ന ദൃശ്യം ഉണ്ടെങ്കിൽ അവർക്ക് 1 ലക്ഷം രൂപ കൊടുക്കാമെന്നൊക്കെ പറഞ്ഞുള്ള, അല്ലെങ്കിൽ 1 പവൻ സ്വർണം കൊടുക്കാമെന്ന് പറഞ്ഞുള്ള വലിയ വെല്ലുവിളികളൊക്കെ തന്നെയാണ് കണ്ടിട്ടുള്ളത്. തൊട്ടിപ്പുറത്ത് ഓപ്പോസിറ്റ് സൈഡിൽ VD സതീശൻ എന്തെങ്കിലും ഒരു സത്യം പറയുന്നത് കാണിച്ചു തന്നാൽ 25 ലക്ഷം രൂപ തരാം എന്നൊക്കെ പറയുന്ന പോസ്റ്റുകളൊക്കെ തന്നെ വരുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അധികാരം പിടിക്കാൻ വേണ്ടിയിട്ട് ഡെസ്പറേറ്റായി കൃത്യമായിട്ട് രാഷ്ട്രീയ നേതാക്കന്മാർ അതിൻ്റെ നീക്കങ്ങളിലേക്ക് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത് ഇനി അങ്ങനെ ഒരു വീഡിയോ കൃത്യമായിട്ട് ഇവർ ചെയ്തിട്ടല്ല എന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും CPM-നെ ബാക്ക്ഫയർ ചെയ്യും, CPM-ന് വലിയ തിരിച്ചടിയാകും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. അത് വീണ ജോർജിന്റെ കാര്യത്തിൽ ഞാൻ തന്നെ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. കാരണം ഇവര് അഭിനയിക്കാൻ പോകേണ്ടതാണ് എന്ന് പറഞ്ഞൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ പ്രധാനപ്പെട്ട കാര്യം, വീണ ജോർജും ഒരു പക്വത കാണിച്ചില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. വീണ ജോർജ് ഒരു പ്രതിഷേധിക്കാനുള്ള അവരുടെ അവകാശത്തെ മാനിക്കുന്നതിന് പകരം വളരെ ഹീറോയിസം കാണിക്കാൻ വേണ്ടിയിട്ട് അവിടെ വന്നിറങ്ങുകയും ഇവരോട് തട്ടിക്കയറുകയും എന്താണ് ചെയ്തത് എന്ന് ചോദിക്കുകയൊക്കെ ചെയ്തു. ഞാൻ സത്യത്തിൽ ആദ്യം വിചാരിച്ചത് എന്തെങ്കിലും മോശപ്പെട്ട പ്രയോഗങ്ങൾ ഈ KSU നേതാക്കന്മാർ നടത്തിയിട്ടുണ്ടാവും, അതുകൊണ്ടാണ് ഇവരെങ്ങനെ പ്രതികരിച്ചതെന്നാണ്. പക്ഷെ അങ്ങനെ പോലും അല്ലാതെ ഒരു സമരങ്ങളോട് ഞാൻ മുന്നിൽ വന്ന് നിൽക്കും, നിങ്ങൾ എന്താണെന്ന് വെച്ച് ചെയ്ത് കാണിക്ക് എന്നുള്ള നിലക്ക് ഒരു വെല്ലുവിളിക്കേണ്ട കാര്യമൊന്നും വീണ ജോർജിനും ഇല്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതേസമയം രണ്ട് ഭാഗത്തും തന്നെ ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ കേരളീയർ ചർച്ച ചെയ്യേണ്ടത് വീണ ജോർജിൻ്റെത് അഭിനയമായിരുന്നോ അഭിനയമല്ലേ എന്നുള്ളതൊന്നുമല്ല. ചർച്ച ചെയ്യേണ്ടത് യഥാർത്ഥത്തിൽ കേരളത്തിലെ ഗവൺമെന്റ് ഹോസ്പിറ്റലുകൾ നമുക്ക് കുറച്ചുകൂടി മര്യാദക്കാക്കാൻ എന്ത് ചെയ്യണം. കൃത്യമായി കേരളത്തിലെ താലൂക്ക് ഹോസ്പിറ്റലുകളും പബ്ലിക് ഹെൽത്ത് സെന്റേഴ്സും അടക്കം അതിൽ നിരവധി ഡെവലപ്മെന്റുകൾ ഈ ഗവൺമെന്റിന്റെ കാലത്ത് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു തർക്കമില്ല. അവയമാറ്റ ശസ്ത്രക്രിയകൾ പോലും നടത്താൻ കഴിയുന്ന ലെവലിലേക്ക് ജില്ലാ ഹോസ്പിറ്റലുകൾ മാറിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്ക് തർക്കമില്ല. പക്ഷെ അത്തരത്തിലുള്ള ഹോസ്പിറ്റലുകളിൽ വലിയ ഡെവലപ്മെന്റ് ഉണ്ടായപ്പോൾ ഒരു 5 കൊല്ലം മുമ്പ്, അത് വീണ ജോർജ് മന്ത്രിയാകുന്നതിന് മുമ്പ് നടത്തിയിട്ടുള്ള ഒരു കത്രിക ഒരു സ്ത്രീയുടെ വയറ്റിൽ പോയ സംഭവവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധം നടത്തുമ്പോൾ അത് ഈ രീതിയിലേക്കൊക്കെ പോകണോ എന്ന് ആലോചിക്കുന്നത്. അതാണ് അത് ഇപ്പോൾ യഥാർത്ഥത്തിൽ മാർച്ച് ഏപ്രിൽ മെയ് കഴിഞ്ഞാൽ പിന്നെ പ്രതിഷേധം ഒന്നും ഉണ്ടാവില്ല. അതിവിടെ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ടാണ്. തിരിച്ച് വീണ ജോർജ് ഒന്ന് ആലോചിക്കണം. ഞാനിതുപോലെ തിരിച്ച് ആക്രോശിച്ചുകൊണ്ട് സമരക്കാരുടെ നേരെ പാഞ്ഞെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുപോലെ വീണ ജോർജ് പറയുന്ന അടുത്തൊരു വാചകവും കൂടിയുണ്ട്, ഒരു പോലീസുകാരനെയും സഹായം എനിക്ക് ആവശ്യമില്ല, പകരം എനിക്ക് പാർട്ടിക്കാരുണ്ട്, അവരെനിക്ക് സംരക്ഷണം നൽകുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അതും യഥാർത്ഥത്തിൽ ഒരാവശ്യമില്ലാത്ത ഡയലോഗാണ്. കാരണം ഇതുണ്ടായി എന്നറിഞ്ഞപ്പോൾ തന്നെ നിരവധി കോൺഗ്രസ് ഓഫീസുകൾ ആക്രമിക്കപ്പെട്ടു, കണ്ണൂരിലെ ഓഫീസ് ആക്രമിക്കപ്പെട്ടു. അപ്പോൾ അത്തരം കാര്യങ്ങളിലേക്ക് പോവുകയും യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒരു ഫോക്കസ് അങ്ങനെ തന്നെ മാറിപ്പോവുകയും പൊതുജനങ്ങൾക്ക് വലിയ കാര്യമൊന്നുമില്ലാത്ത അത്ര പ്രധാനപ്പെട്ടതല്ലാത്ത ഒരു കാര്യത്തിലേക്ക് ഈ പറയുന്ന പ്രചരണങ്ങളൊക്കെ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് ഈ കാലത്തിൻ്റെ ഏറ്റവും വലിയ കുഴപ്പം. 6800 കോടിയോളം രൂപ കേരളത്തിലെ ഹോസ്പിറ്റലുകളിലേക്ക് മൾട്ടിനാഷണൽ കമ്പനികളുടെ ഇൻവെസ്റ്റ്മെന്റ് വരുന്നു. അവർ പലതും ഹോസ്പിറ്റലുകൾ നടത്തുന്നവരല്ല, പകരം ഇവിടെ നിന്നുള്ള നമ്മുടെ ഒരു കൾച്ചർ കൊണ്ടിട്ട് ഹോസ്പിറ്റലുകളിൽ നിന്ന് വലിയ പണമുണ്ടാക്കി കൊണ്ടുപോകാമെന്ന് വിചാരിക്കുന്നവരാണ്. അവരെ നേരിടാൻ നമ്മുടെ സർക്കാർ എന്ത് ചെയ്യുന്നു എന്നുള്ളതും അവരെ തടഞ്ഞു നിർത്താൻ എന്ത് ചെയ്യുന്നു എന്നുള്ളതും അതിനുവേണ്ടി ഈ പബ്ലിക് ഹെൽത്ത് സിസ്റ്റം എങ്ങനെ നന്നാക്കാം എന്നുള്ളതിനെ കുറിച്ചുമൊക്കെ കുറച്ചുകൂടി ക്രിയേറ്റീവ് ആയിട്ടുള്ള ചർച്ചകൾ നടക്കേണ്ടതിന് പകരം യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള പ്രകടനാത്മകതകളിലേക്കും അത് റീലായും അത് യൂട്യൂബ് ഷോർട്സായും ഇൻസ്റ്റാ റീൽസായും ഒക്കെ കട്ട് ചെയ്ത് വിടേണ്ട തിരക്കിലേക്ക് നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർ എത്തിയിരിക്കുന്നു. ആ കെണിയിലേക്ക് മഹാഭൂരിപക്ഷം വരുന്ന രാഷ്ട്രീയത്തെക്കുറിച്ച് സംസാരിക്കുന്ന, രാഷ്ട്രീയത്തെ കാണുന്ന ആളുകളും കൂടി എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളത് കേരളത്തിൻ്റെ ഒരു വലിയ അപജയമാണ്.